Some mornings are not just mornings, they feel like a blessing from nature itself. As I walk through the beautiful parts of MG University campus, the golden yellow flowers slowly fall from the trees like nature is painting the ground with peace. Tiny ants cross the road in their own little world, carrying on with life so quietly, so beautifully. And in moments like this, I realize how lucky I am. Not everyone gets to witness this kind of beauty with their own eyes. The calm breeze, the morning silence, the sunlight touching every leaf. This is not just a campus morning. This is a feeling, a small reminder that life still has a gentle moments to offer. And honestly, I feel so blessed to be here. യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ ഫൈനൽ സെമസ്റ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ കൂടെ ഞങ്ങൾക്കിവിടെ ബാക്കിയുള്ളൂ. കുറേ പോർഷൻസ് തീരാനുണ്ട്, ഇൻറ്റേർണൽസ് കവർ ചെയ്യാനുണ്ട്, ഇൻറ്റേൺഷിപ്പ് നോക്കുന്നവർ അതിൻ്റെ ബഹളത്തിലാണ്. അങ്ങനെ ഇന്നെനിക്ക് ഒരു ടിപ്പിക്കൽ നോർമൽ യൂണിവേഴ്സിറ്റിയുടെ ആണ്. എക്സാമുള്ള ദിവസങ്ങളിൽ എനിക്ക് ഒരുപാട് റഷ് എടുക്കുന്ന ഇഷ്ടമല്ല. നേരത്തെ തന്നെ ഞാൻ ക്യാമ്പസിൽ വന്നിരിക്കും. വന്നതിന് ശേഷമായിരിക്കും കുറേ പോർഷനൊക്കെ പഠിച്ചു തീർക്കുന്നതൊക്കെ. എനിക്ക് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് കുറച്ച് എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അതൊക്കെ ഒന്ന് മൈൻഡിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട് കയറാനാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ വരും, മിൽമേന്ന് വന്നിട്ട് ഒരു ചായയും എന്തെങ്കിലും ഒരു സ്നാക്കും വാങ്ങിച്ച് കഴിക്കും. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ പോയിരുന്നിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യും. പുറകെ വന്നവരെ കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് കേട്ടോ ഇത്. വന്നിട്ട് ആരൊക്കെ പഠിച്ചു, എല്ലാവരും പോർഷൻസൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി എത്രയൊക്കെ ബാക്കിയുണ്ട്, അങ്ങനെ കുറേ ഡിസ്കഷൻസ് ആയിരിക്കും. പിന്നെ നമുക്ക് 2 hour ഇൻറ്റേർണൽസ് ആണ്. എക്സാമൊക്കെ എഴുതി എല്ലാവരും പിന്നെ നാളത്തെ എക്സാമിന് വേണ്ടി പഠിക്കാൻ പോകും. 2 years ഓഫ് PG ലൈഫ് ഇൻ DLLE എന്ന് പറയുന്നത് ഒരു 2 years ഓഫ് നേച്ചർ തെറാപ്പി പോലെയും കൂടിയായിരുന്നു. ക്ലാസ്സുള്ള ദിവസങ്ങളിൽ ഇവിടെ വരാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ഒരു മൊത്തം ബിൽഡിങ് സെറ്റ് ചെയ്തിരിക്കുന്നതേ അങ്ങനെയാണ്. കാണാൻ നല്ല രസമാണ്. ഈ ഒരു ശ്രീബുദ്ധനും പിന്നെ കുറച്ച് ഗോൾഡ് ഫിഷും കുറേ നല്ല പ്ലാന്റ്സും ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിഗ്നേച്ചറാണ്. ഈ ഓണോ അല്ലെങ്കിൽ എത്തനിക്കായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. എന്തൊക്കെ ടെൻഷനും കൺഫ്യൂഷനും സ്ട്രെസ്സും ഒക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നത്. ഈ ഒരു 2 വർഷം കൊണ്ട് ക്യാമ്പസ് എത്രത്തോളമാണ് എന്നെ ഹീൽ ചെയ്തതെന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്രയാണ്. ഇവിടുത്തെ കാറ്റിൻ്റെയും സൈലൻസിൻ്റെയും ഒക്കെ ഇടയിൽ ഇല്ലാതായിപ്പോയത് ഞാൻ ഒരുപാട് കാലം കൊണ്ടു നടന്ന ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിരുന്നു. പെയിൻ റിലീഫ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് തെറാപ്പി ഐ ഹാഡ് ഫ്രം ദിസ് ക്യാമ്പസ്. ലൈഫ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ഒരു ടൈമൊക്കെ എനിക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ്. എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടെന്നുള്ളൊരു വേദനയായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. പക്ഷെ ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഞാനൊരു ദിവസം ഇങ്ങനെ ഡയറിയിൽ എഴുതി വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്ന എൻ്റെ കയ്യിലുള്ള പല കാര്യങ്ങളും ഒരു കാലത്ത് ഞാൻ എത്രയോ അധികം ആഗ്രഹിച്ചിരുന്നതും എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. എണ്ണിയാൽ തീരാത്തത്ര ബ്ലെസ്സിങ്സ് ആയിരുന്നു അതൊക്കെ. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനും പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ ആളുകളെ എക്സ്പീരിയൻസ് ചെയ്യാനും ഇത്രയും വലിയൊരു ക്യാമ്പസിൽ പഠിക്കാനും ഒക്കെ പറ്റിയത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഇവിടെ ഞാൻ ഏറ്റവും കുറച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്റ്റഡി ഹാൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് റീഡിംഗ് റൂമിൽ വന്നിരിക്കാനും പഠിക്കാനും ഒക്കെ. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ഇത്രയും ഓവർ ക്രൗഡഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ കുറച്ച് സ്ലോ ഡൗൺ ആവും. അതുകൊണ്ട് ഞാൻ മാക്സിമം റൂമിൽ തന്നെ ഇരിക്കാറുള്ളത്. രാത്രി സമയങ്ങളിൽ ഇതുപോലെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും റീഡിംഗ് റൂമിൽ ഇരിക്കാം. അവിടെ പോയിരുന്നിട്ട് തിരിച്ച് വന്ന് ഇങ്ങനെ കുറേ സമയം ചന്ദ്രനെയൊക്കെ നോക്കിയിരുന്ന് നല്ല കാമായിട്ടായിരിക്കും പോകുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഫൈനൽ സെം ആയതുകൊണ്ട് കുറേ പ്രസൻറ്റേഷൻസ് എടുക്കാൻ ബാക്കിയുണ്ടേ. അൺകോൺഷ്യസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം നമുക്ക് അതിലിപ്പം ഈ റിപ്രഷൻ, പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡിനയല്, റാഷണലൈസേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം അൺകോൺഷ്യസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് ഈഗോ. ഐ ഗോട്ട് എ സ്മോൾ സമ്മർ വെക്കേഷൻ. അപ്പം ഞാനൊന്ന് നാട്ടിലേക്ക് പോവാണ്.
കൊച്ചിയിൽ നിന്നാണ് ഞാൻ ട്രെയിൻ കയറുന്നത്. എൻ്റെ നാട് കണ്ണൂരാണ്, പക്ഷെ അതിനെക്കാട്ടിലും എനിക്ക് ഫെമിലിയർ ചിലപ്പോൾ കൊച്ചിയായിരിക്കും. കാരണം ഡിഗ്രിയും അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാനൊരു 7 വർഷത്തോളം ഈ ഒരു സിറ്റിയിലായിരുന്നു. എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടുത്തെ എല്ലാ വഴികളും എനിക്കറിയാമെന്നൊന്നും പറയില്ല, പക്ഷേ പുതിയതായിട്ട് ഒരാൾ കൊച്ചിയിൽ വന്നാൽ എവിടെയൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ ഫുഡ് സജസ്റ്റ് ചെയ്യണം, ഇതൊക്കെ എനിക്കറിയാം. വീട്ടിൽ പോയിട്ട് അധിക ദിവസം നിൽക്കാനൊന്നും പ്ലാനില്ല, അതുകൊണ്ട് കുറച്ച് ലഗേജേ ഉള്ളൂ. കൊച്ചിയിലേക്ക് വരാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫ്രീ അഡ്വൈസസ് തരാം കേട്ടോ. കൊച്ചി ലൈഫ് എന്ന് പറയുന്നത് ഈ നാട്ടിൻപുറത്തു നിന്നൊക്കെ വന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് നല്ലൊരു എക്സ്പോഷറും പുതിയ കൾച്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെയുള്ളൊരു സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും സ്റ്റക്ക് ഓൺ ആവുന്നതിനെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യരുത്. കൊച്ചി ഈസ് ലൈക്ക് എ ലൂപ്പ്. ഏതോ ഒരു പോയിന്റിൽ നമ്മളിവിടെ സ്റ്റക്ക് ആവുന്നുണ്ട്, പിന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഈവൻ ഞാൻ കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ആയിട്ടും എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ, ഇപ്പം വർക്കാണെങ്കിലും ഷൂട്ടാണെങ്കിലും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിലും കൊച്ചിയായിട്ടുള്ളൊരു കണക്ഷൻ അങ്ങ് പോകുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും എനിക്ക് ഇവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും അത് നടക്കുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ കൗണ്ടറിൻ്റെ അവിടെ നിന്നൊരു ചേച്ചിയാണ് നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെയുള്ളത് കാണിച്ചു തന്നത്. ഷീ വാസ് വെരി ഹെൽപ്ഫുൾ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കുറച്ച് നേരത്തെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. കാരണം ഈ ക്രൗഡിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയും ഈ ചൂടും ബഹളം ഒന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഓൺ ടൈമിൽ എത്തുന്ന ട്രെയിനാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 5 മിനിറ്റ് മുമ്പൊക്കെ എത്താൻ ശ്രമിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്ന് പതിവിലും വിപരീതമായിട്ട് ട്രെയിൻ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. അങ്ങനെ ഞാൻ നന്നായിട്ട് ടയേർഡായതിന് ശേഷമാണ് എനിക്ക് ട്രെയിൻ കിട്ടിയത്. അപ്പം ഞാൻ ജനറൽ ടിക്കറ്റാണ് എടുത്തത്. ഇവിടെ നിന്നാണ് AC-ലേക്ക് അത് കൺവേർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ട്രെയിനിൽ നിന്ന് ഞാൻ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. പണ്ടേ ഞാനൊരു വെള്ളം പോലും കുടിക്കാറില്ല, കൈയും കഴുകാറില്ല. ഇപ്പോൾ ഞാൻ ലുലുന്ന് വരുന്ന സമയത്ത് എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലഞ്ച് കുറച്ച് ബിരിയാണി, പിന്നെ കൊറിയൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഐറ്റം ഉണ്ട്, എൻ്റെ ഫേവറേറ്റ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല രസമായിട്ടോ കഴിക്കാൻ. അത് പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും വെള്ളവും പ്ലേറ്റും ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തതുകൊണ്ട് ലഞ്ച് എനിക്ക് സ്കിപ്പ് ചെയ്യാനേ വയ്യായിരുന്നു. അപ്പോൾ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല ഇടിയും മഴയൊക്കെ തുടങ്ങി കേട്ടോ. ആ സമയത്ത് ഞാൻ പതുക്കെ എണീറ്റിരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ചു, പിന്നെ പാട്ടൊക്കെ പാടി. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടിനെ തോളിലേറ്റി വീട്ടിൽ വന്നിടുമോ, നിൻ ചിരിക്കും മുഖവും വീരിച്ച കരവും മറക്കാൻ പറഞ്ഞുവില്ല, രക്തം വീർത്ത മുഖവും മുറിഞ്ഞ ശിരസും ക്ഷമിക്കാൻ പറഞ്ഞുവില്ല. അധികം വൈകാതെ തന്നെ നമ്മൾ കണ്ണൂരെത്തി. ഈ കോഴിക്കോടൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലേക്ക് കയറുന്നൊരു ഫീൽ അങ്ങ് കിട്ടാനുണ്ട്. അപ്പോൾ തന്നെ ഭയങ്കര സമാധാനമാണ്, ഒന്ന് ബ്രീത്ത് ചെയ്യാനൊക്കെ തോന്നും, ഒരു കംഫർട്ട് സോണിലെത്തിയതുപോലെ. ഇവിടെ നല്ല മഴക്കാറുണ്ടായിരുന്നു, മേഘങ്ങളൊക്കെ ഇങ്ങനെ കറുത്ത് നിൽക്കുമായിരുന്നു. ഇപ്പം പെയ്യും എന്ന പോലെ. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തിയിട്ട് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു അറൗണ്ട് 2 hours അടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ അങ്ങോട്ട് പോവാം. ആൻഡ് എ വെരി ഗുഡ് മോർണിംഗ് ഫ്രം കണ്ണൂർ. ഇന്ന് രാവിലെ തന്നെ കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കറുവയുടെ ഇല പറിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇതിനകത്തൊരു കിളിക്കൂടുണ്ടായിരുന്നു. അതെവിടെ പോയിന്നാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭയങ്കര നാട്ടുപ്രദേശമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. പുറത്തുനിന്ന് അങ്ങനെ വാങ്ങാറൊക്കെ ഭയങ്കര കുറവാണ്. ആകെ എന്താ പറയുക, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാറുള്ളൂ. മേളത്തെ പറമ്പിൽ നല്ല വരിക്കച്ചക്കയുണ്ട്. അപ്പോൾ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ടും ചക്ക പുഴുങ്ങാനും പിന്നെ പഴുപ്പിക്കാൻ വെക്കാനും ഒക്കെ ആയിട്ട് ചക്ക വറക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മൾ അരുവാക്കത്തി വെച്ചിട്ട് തോട്ടി ഉണ്ടാക്കുന്നത്. അങ്ങനെ തോട്ടിയൊക്കെ ഉണ്ടാക്കി നമ്മൾ മേളത്തെ പറമ്പിലേക്ക് പോവാണ്. ഈ റബ്ബറിൻ്റെ ഇടവഴി കൂടിയാണ് പോകേണ്ടത്. ഇപ്പം ചൂട് തുടങ്ങിയതുകൊണ്ട് പാമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഭയങ്കര സൂക്ഷിച്ചാണ് നടന്നു പോകുന്നത്. ഇവിടെ തന്നെ കേട്ടോ നമ്മുടെ മാവിൻ്റെ മരങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ രാവിലെ ഒരു ബക്കറ്റ് നിറയെയാണ് നമുക്ക് നോർമലി കിട്ടാറുള്ളത് വേനൽക്കാലത്ത്. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് വയ്ക്കും, കഴുകി വയ്ക്കും, എന്നിട്ട് അതൊക്കെ കഴിക്കലൊക്കെയാണ് ഇവിടെ വന്നുള്ള മെയിൻ പണികൾ. അപ്പോൾ കുറേ ചക്കയുണ്ട് മൂത്ത് കിടക്കുന്നത്. അപ്പം അതിനകത്തുനിന്ന് ഒരെണ്ണം നമ്മൾ പറിച്ചെടുത്ത് കൊണ്ടുപോവാണ് നമുക്ക് പുഴുങ്ങി തിന്നാനും ഒക്കെ ആയിട്ട്.
ഇന്ന് വൈകുന്നേരം മുതൽ തുടങ്ങിയതാണ്, നല്ല മഴയായിരുന്നു. നാട്ടിലെ മഴ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, എന്ത് ഭംഗിയാണെന്നറിയോ. സന്ധ്യയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ അക്കരെ അമ്പലത്തിൽ നിന്ന് പ്രദക്ഷിണം വരുന്നുണ്ട് കേട്ടോ. ദീപാരാധന നടക്കുകയാണ് ഇപ്പോൾ അമ്പലത്തിൽ. വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം ഡേ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചീൻ്റെ കുട്ടീനെ അവരുടെ വീട്ടിൽ പോയിട്ട് കൂട്ടാൻ വേണ്ടി പോവാണ് ഞാൻ. അപ്പോൾ ഇന്ന് അവൾക്ക് അംഗനവാടിയുള്ള ദിവസമായതുകൊണ്ട് അംഗനവാടിയിൽ പോയി കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അംഗനവാടിയിൽ കുറേ പിള്ളേർ ഒന്നിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് എൻ്റെ പീക്കിരീനെ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. കാരണം പിള്ളേരുള്ളതുകൊണ്ട് ഒരു രസമാണ്, മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം, ഓടിക്കളിക്കാം, അങ്ങനെ കുറേ സമയമൊക്കെ പോവും. പിന്നെ ഇവിടെ വന്നിട്ട് ഇവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. പിന്നെ പുഴയിൽ പോയില്ലെങ്കിലും, പുഴയിൽ പോക്ക് ഞങ്ങൾക്കൊരു മെയിൻ സംഭവമാണ്. നല്ല രസമാണ് ഞങ്ങൾക്ക്. അടുത്തന്നെ കുറേ പുഴകളുണ്ട്, അപ്പോൾ നല്ല ഫ്രഷ് വാട്ടർ ഉണ്ടാവും. കാട്ടിനുള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പം ഞങ്ങളെല്ലാവരും പോയിട്ട് കുളിക്കും. അപ്പോൾ ഇതിപ്പം ഇവക്ക് കുളിക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ലെവലിലുള്ള വെള്ളത്തിൽ അവളെ ഇരുത്തിയിരിക്കുന്നതാണ്. വീടിൻ്റെ മുമ്പിൽ മീൻ വണ്ടി വന്നിട്ട് ഹോൺ അടിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. എല്ലാവരും ഉള്ളതുകൊണ്ട് മീനൊക്കെ മേടിക്കുകയാണ്. ഞാൻ വന്നാൽ എനിക്കിഷ്ടമുള്ള മീനൊക്കെ മേടിക്കും, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പപ്പയമ്മയും കാത്തിരിക്കും. കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ താറാവ് റോസ്റ്റും കറിയും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പയമ്മയും കൂടെ ഫ്രഷ് താറാവ് കിട്ടാൻ വേണ്ടി മാനന്തവാടി ടൗണിൽ വരെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് എനിക്ക് ക്രിസ്മസിന് അതൊക്കെ ഉണ്ടാക്കി തന്നത്. ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ചാൽ മുറ്റം അടിക്കാനാണേ. ഇത്രയും മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ മുറ്റടിച്ചൊരു പരുവാവും. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ പറഞ്ഞില്ലേ ഒരു കിളിക്കൂട് ഉണ്ടെന്ന്, ആ കിളിക്കൂട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ മുട്ടയിട്ടിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷേ ഈ കിളിക്കുഞ്ഞാണെ അത് പണിത് ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവനിങ് ആണ് ടൗണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം, നടക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. നാട്ടിൽ വന്നാൽ നൈറ്റ് ലൈഫ് 0% ആണ്. ഇപ്പോൾ ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണെന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്ത് പോവുക, പുറത്ത് പോയി ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വളരെ അപൂർവമായിട്ട് നടക്കുന്ന പരിപാടികളാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണേ. നാട്ടിൽ വന്നിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ട് അവസാനം ബില്ല് കൊടുക്കാൻ പോകുമ്പോഴും ഒരു 200 റേഞ്ചിലൊക്കെ നമുക്ക് ബില്ല് വരത്തുള്ളൂ. പക്ഷേ അതേസമയം നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കുകയാണ്, ഇപ്പോൾ സ്വിഗ്ഗിയിൽ ഇപ്പം കോട്ടയത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിലൊക്കെ മിനിമം ഒരു 250+ ഒക്കെ ആവും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കഴിച്ചിറങ്ങുമ്പോഴും അത്യാവശ്യം നല്ല ബില്ല് വരും. അപ്പോഴാണ് നമ്മൾ നാടിൻ്റെ വില മനസ്സിലാക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കുറവാണ്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇവളുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചിരിച്ചും കളിച്ചുമൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ എൻ്റെ മെയിൻ പരിപാടി.
ഓടി നാട്ടിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്ന സമയമാകുന്നതും മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. വയറ് നിറച്ചും അമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിച്ച ഓർമ്മ മാത്രമേ ഉണ്ടാവും. ഇവിടെ ഉത്തരവാദിത്തമുള്ള ഒരേ ഒരാളേ ഉള്ളൂ. കൂൺസാണോ കേറ്റ് അടയ്ക്കുന്നത്? ബൈ.